യുക്രൈൻ പ്രസിഡന്റിനെതിരെ യു.എസ്. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. സെലൻസ്കി സമാധാന ശ്രമങ്ങൾ തകർക്കുന്നതായി ട്രംപ് ആരോപിച്ചു. ക്രിമിയയിൽ റഷ്യൻ നിയന്ത്രണം തുടരാൻ അനുവദിക്കില്ലെന്ന യുക്രൈൻ പ്രസിഡന്റിന്റെ നിലപാട് സമാധാന ശ്രമങ്ങളെ വൈകിപ്പിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. ഐസൺ ജോസ് ചേരുന്നു. ഐസൺ, വിവരങ്ങൾ. നിഖിൽ, തീർച്ചയായും അതിശക്തമായ ഒരു വിമർശനമാണ് വോളോഡിമർ സെലൻസ്കിക്കെതിരെ ഇപ്പോൾ ട്രംപ് ഉന്നയിച്ചിരിക്കുന്നത്. നമുക്കറിയാവുന്നതാണ്, നേരത്തെ ഇക്കഴിഞ്ഞ 2 ദിവസം മുമ്പ് പാരീസിൽ ഒരു യോഗം നടന്നിരുന്നു. അത് യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളും അമേരിക്കയുമായി ചേർന്ന് നടന്ന ആ ഒരു യോഗത്തിൽ കൃത്യമായ ഒരു നിലപാട് അമേരിക്ക മുന്നോട്ട് വെച്ചിരുന്നു. റഷ്യയുടെ ക്രിമിയ എന്ന പ്രദേശം, അതായത് നേരത്തെ യുക്രൈന്റെ നിയന്ത്രണത്തിലുണ്ടായിരുന്ന ക്രിമിയ 2014 റഷ്യ പിടിച്ചെടുക്കുകയായിരുന്നു. ആ പിടിച്ചെടുത്ത പ്രദേശത്തെ നിയന്ത്രണം റഷ്യക്ക് തന്നെ നൽകണമെന്നൊരു നിലപാടാണ് അന്നേ തന്നെ അറിയിച്ചത്. ഈ ഡ്രാഫ്റ്റിലെല്ലാം തന്നെ അറിയിക്കുകയും ചെയ്തത്. തുടർന്ന് അങ്ങോട്ട് ഈ രീതിയിൽ ചർച്ചകൾ മുന്നോട്ട് പോകുന്ന ഒരു പശ്ചാത്തലത്തിലാണ് ക്രിമിയയുടെ നിയന്ത്രണം റഷ്യക്ക് നൽകാനാവില്ല എന്ന നിലപാട് ഇന്നലെ സെലൻസ്കി വ്യക്തമാക്കിയത്. ഈ നിലപാടിനെയാണ് അതിരൂക്ഷമായി ഇപ്പോൾ ട്രംപ് വിമർശിക്കുകയും ചെയ്തിരിക്കുന്നത്. അദ്ദേഹം പറയുന്നത്, ഇത്തരം നിലപാടുകളൊന്നും നടക്കാൻ പോകുന്ന കാര്യങ്ങളല്ല എങ്കിൽ കൂടി സമാധാന ചർച്ചകൾ വൈകിപ്പിക്കാൻ അത് കാരണമാകുമെന്ന ഒരു നിലപാടും അല്ലെങ്കിൽ ഒരു വസ്തുതയും അദ്ദേഹം പങ്കുവയ്ക്കുകയും ചെയ്യുന്നുണ്ട്. അദ്ദേഹം തന്റെ സ്വന്തം സോഷ്യൽ മീഡിയയായ ട്രൂത്തിൽ ഈ കാര്യങ്ങൾ വിശദമായി പങ്കുവയ്ക്കുകയും ചെയ്യുന്നുണ്ട്. നമുക്കറിയാവുന്നതാണ്, നേരത്തെ ഇത്തരത്തിലുള്ള ചർച്ചകൾ കാര്യമായി നടക്കുമ്പോൾ സെലൻസ്കിയുടെ ഭാഗത്ത് നിന്ന് അമേരിക്കയുടെ അനുകൂല നിലപാട്, അമേരിക്ക എടുക്കുന്ന തീരുമാനങ്ങൾക്ക് എതിരായ നിലപാടുകൾ സ്വീകരിക്കുന്ന ഒരു പതിവ് സെലൻസ്കിയുടെ ഭാഗത്ത് നിന്ന് തുടർച്ചയായി ഉണ്ടായിരുന്നു. ഈ പതിവ് തന്നെയാണ് സെലൻസ്കി ഇപ്പോഴും ആവർത്തിച്ചിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മാത്രമല്ല, അതീവ ഗൗരവതരമായ ചില ആരോപണങ്ങളും ട്രംപ് ഈ വിഷയത്തിൽ ഉന്നയിക്കുന്നുണ്ട്. 2014 മുതൽ 2025 വരെയുള്ള കാലഘട്ടത്തിൽ എന്തുകൊണ്ട് മറ്റു നടപടികളിലേക്ക് നീങ്ങാൻ തയ്യാറായില്ല? അതായത് 3 വർഷം മുമ്പ് യുദ്ധം ആരംഭിക്കുന്നതിന് മുമ്പ് എന്തുകൊണ്ട് ക്രിമിയയുടെ വിഷയം ഗൗരവമായി സെലൻസ്കി എടുത്തില്ല? അന്ന് അത്തരത്തിൽ ആവശ്യമുണ്ടെങ്കിൽ അന്നേ തന്നെ സൈനിക നടപടികൾ ആരംഭിക്കാമായിരുന്നതല്ലേ എന്ന ചോദ്യങ്ങളെല്ലാം അദ്ദേഹം ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ ക്രിമിയയുടെ നിയന്ത്രണം റഷ്യയിൽ നിലനിർത്തിക്കൊണ്ടുള്ള ഒരു സമാധാന ചർച്ചകൾക്കുള്ള നീക്കങ്ങളാണ് അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. അമേരിക്കയുടെ നിലപാടും അത് തന്നെയാണ്. അതിനെ സെലൻസ്കി എതിർക്കുകയുമാണ്. ഇത് സമാധാന ശ്രമങ്ങളെ വൈകിപ്പിക്കുമെന്ന ഒരു നിലപാട് വളരെ കൃത്യമായി ട്രംപ് അറിയിക്കുകയും ചെയ്യുന്നുണ്ട്. ഇക്കഴിഞ്ഞ ദിവസം, അതായത് ഈ തിങ്കളാഴ്ചയാണ്, ഈ ആഴ്ച തന്നെ യുക്രൈൻ റഷ്യ സമാധാന ധാരണ നടപ്പിലാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായി ട്രംപ് അറിയിച്ചിരുന്നു. ആ അറിയിപ്പ് ഇനിയും വൈകുന്ന ഒരു സൂചന, അല്ലെങ്കിൽ അത്തരത്തിൽ സമാധാന ധാരണ വൈകുമെന്നൊരു സൂചന തന്നെയാണ് ട്രംപ് നൽകിയിരിക്കുന്നത്. എന്നാൽ മറ്റു നടപടികളൊന്നും സംബന്ധിച്ച് കൃത്യമായ ഒരു സൂചനയോ വിവരങ്ങളോ ഒന്നും തന്നെ ട്രംപിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുമില്ല. ശരി ഐസൺ.